KSRTCയുടെ നിലനിൽപ്പിന് KST എംപ്ലോയീസ് സംഘിൻ്റെ വിജയം അനിവാര്യം. സി ബാലചന്ദ്രൻ. KSRTCയെ ഭൂമാഫിയകൾക്ക് തീറെഴുതാനുള്ള ഇടതു ഗൂഢാലോചനയ്ക്ക് തടയിടാൻ BMS നേതൃത്വം നൽകുന്ന യൂണിയൻ അംഗീകാരം നേടേണ്ടതുണ്ടെന്നും ഇടതു വലതു യൂണിയനുകളുടെ സർക്കാർ അനുകൂല നിലപാടിനെതിരെ സ്ഥാപനത്തിൻ്റെ നിലനിൽപ്പിന് വേണ്ടിയായിരിക്കണം ജീവനക്കാർ നിലകൊള്ളേണ്ടതെന്നും BMS സംസ്ഥാന ട്രഷറർ സി ബാലചന്ദ്രൻ പറഞ്ഞു. KSRTC റഫറണ്ട പ്രവർത്തനങ്ങളുടെ ഭാഗമായി KST എംപ്ലോയീസ് സംഘിൻ്റെ പാലക്കാട് ജില്ലാ കൺവെൻഷൻ ശബരി ഗിരീശൻ നഗർ ടോപ്പ് ഇൻ ടൗൺ ഓഡിറ്റോറിയത്തിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ചരിത്രത്തിലാദ്യമായി കഴിഞ്ഞ റഫറണ്ടത്തിൽ BMS അംഗീകാരം നേടിയതിനു ശേഷം ജീവനക്കാർക്ക് വേണ്ടിയുള്ള നിരന്തര സമരത്തിൻ്റെ പോരാട്ട ഭൂമികയായി KSRTCയെ മാറ്റിയെടുക്കുവാൻ സാധിച്ചു. സ്ഥാപനത്തിനും ജീവനക്കാർക്കുമെതിരെ ഇടതു സർക്കാർ പരിഷ്കരണമെന്ന പേരിൽ നടത്തുന്ന വിദ്രോഹ പ്രവർത്തനങ്ങൾക്ക് ചൂട്ടുപിടിക്കുന്ന യൂണിയനുകൾക്കിടയിൽ ശക്തമായ തിരുത്തൽ ശക്തിയായി എംപ്ലോയീസ് സംഘ് പ്രവർത്തിക്കുന്നത് മൂലമാണ് സർക്കാരിന് 12 മണിക്കൂർ ഡ്യൂട്ടി ഉൾപ്പെടെയുള്ള പല തൊഴിലാളി ദ്രോഹ നടപടികളിൽ നിന്നും പിൻവാങ്ങേണ്ടി വന്നത്. തുടർന്നും തൊഴിലാളി പക്ഷത്തു നിന്ന് ശക്തമായ പോരാട്ടങ്ങൾക്ക് നേതൃത്വം നൽകാൻ എംപ്ലോയീസ് സംഘിനെ KSRTCയിലെ ഒന്നാമത്തെ സംഘടനയായി തിരഞ്ഞെടുക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. BMS ജില്ലാ പ്രസിഡന്റ് സലീം തെന്നിലാപുരം അധ്യക്ഷത വഹിച്ച സമ്മേളനത്തിൽ RSS വിഭാഗ് സംഘ് ചാലക് VK സോമസുന്ദരം, വിഭാഗ് കാര്യവാഹ് K സുധീർ, മുനിസിപ്പൽ ചെയർപേഴ്സൺ പ്രമീള ശശിധരൻ, BJP ഈസ്റ്റ് ജില്ലാ പ്രസിഡന്റ് പ്രശാന്ത് ശിവൻ, സഹകാർ ഭാരതി ദേശീയ സംയോജക് U കൈലാസ് മണി, BMS സംസ്ഥാന ജനറൽ സെക്രട്ടറി GK അജിത്ത്, ജില്ലാ സെക്രട്ടറി K രാജേഷ്, ജില്ലാ വൈസ് പ്രസിഡന്റ് B ശിവദാസ്, NTU സംസ്ഥാന സെക്രട്ടറി ശ്രീനി മാസ്റ്റർ, ഫെസ്റ്റോ ജില്ലാ പ്രസിഡന്റ് P രാജീവ്, NGO സംഘ് സംസ്ഥാന സെക്രട്ടറി S അശ്വതി, എംപ്ലോയീസ് സംഘ് ജില്ലാ സെക്രട്ടറി TV രമേഷ് കുമാർ എന്നിവർ സംസാരിച്ചു.